സ്ട്രേറ്റ് ലൈനിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ അതിഥി ഇന്ന് ഇന്ത്യയിൽ ജീവിച്ചിരിക്കുന്ന മഹാനായ യോഗിവര്യൻ ശ്രീ എം ആണ്. കന്യാകുമാരി മുതൽ കാശ്മീർ വരെ ഏതാണ്ട് ഒരു വർഷത്തിലേറെ 7500 കിലോമീറ്ററോളം സഞ്ചരിച്ച് മഹത്തായ വാക്ക് ഓഫ് ഹോപ്പ് പ്രത്യാശയുടെ യാത്ര കഴിഞ്ഞ് മടങ്ങിയെത്തിയിരിക്കുകയാണ് ശ്രീ എം. സ്ട്രേറ്റ് ലൈനിൽ തൻ്റെ യാത്രാ അനുഭവങ്ങൾ പങ്കുവയ്ക്കാൻ എത്തിയ ശ്രീ എമ്മിനെ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം ശ്രീ എം. ഈ യാത്ര, മഹത്തായ ഈ യാത്ര തുടങ്ങുന്നതിന് ഒരു വർഷം മുമ്പ് നമ്മൾ അങ്ങ് കൗമുദി ടിവിയുമായി സംസാരിച്ചിരുന്നു. വളരെ പ്രതീക്ഷയോടുകൂടിയാണ് ഈ ഒരു യാത്ര അന്ന് താങ്കൾ പ്ലാൻ ചെയ്തിരുന്നത്. ഇപ്പോൾ അത് വിജയകരമായി പര്യവസാനിച്ചിരിക്കുന്നു. ഇത്രയും മഹത്തായ ഒരു യാത്ര വിജയകരമായി പര്യവസാനിപ്പിക്കുക എന്ന് പറയുന്നത് തന്നെ വലിയ ഒരു പ്രക്രിയയാണ്. എങ്ങനെ ഉണ്ടായിരുന്നു ഈ യാത്രയിലെ അനുഭവങ്ങൾ? പല പ്രയാസങ്ങളും നേരിടേണ്ടി വന്നു. യാത്രയല്ലേ, അപ്പം നടന്നു പോകുന്നത് കൊണ്ട്. കാരണം ഒന്നാമത് ഇന്നത്തെ കാലത്ത് നമ്മൾ അധികം നടക്കാറില്ല, എല്ലാം വണ്ടിയിൽ പോകുന്ന ശീലം ആയതുകൊണ്ട് അത് ചില പ്രാക്ടിക്കലായിട്ട് ചില കാര്യങ്ങളുണ്ടായി. അതുകൂടാതെ ഈ യാത്ര മുഴുവൻ എൻ്റെ അഭിപ്രായത്തിലും എൻ്റെ കൂടെ നടന്നവരുടെ അഭിപ്രായത്തിലും വളരെയധികം നമുക്ക് നേടാനെന്ന് പൂർത്തിയായിട്ട് വരാൻ പറ്റിയില്ലെങ്കിലും അതിനുള്ള വിത്ത് എയ്ത് കഴിഞ്ഞു എന്ന് വേണം പറയാൻ. 11 സ്റ്റേറ്റ് വഴിയാണ് ഞങ്ങൾ നടന്നത്. അപ്പോൾ ഓരോ സ്റ്റേറ്റിലും പലതരം പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട്സും പലതരം ആളുകളെയും പല സന്ദർഭങ്ങളും പല സിറ്റുവേഷൻ വഴിയാണ് നമ്മൾ നടന്നത്. കന്യാകുമാരി ഒരു സിറ്റുവേഷൻ, കശ്മീരിൽ വേറൊരു സിറ്റുവേഷൻ. എന്നാലും ഞങ്ങൾക്ക് തോന്നിയത് യാത്രികൾക്ക് എല്ലായിടത്തും മനുഷ്യരുടെ പ്രോബ്ലംസ് കോമൺ ആണ്, ഒന്ന് തന്നെയാണ്. കാരണം എല്ലായിടത്തും മനുഷ്യരല്ലേ. ഞാൻ കശ്മീരി എന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ കേരളീയനാണെന്ന് പറഞ്ഞാലും തമിഴ്നാട്ടിലാണെങ്കിലും എവിടെയാണെങ്കിലും പഞ്ചാബി ആണെങ്കിലും പ്രശ്നങ്ങളും പ്രോബ്ലംസും എല്ലാവർക്കും ഒന്നാണ്. ഇതാണ് നമ്മൾ ചെയ്തത്. മാനവ ഏകതയുടെ വിത്ത് ചെയ്തു എന്ന് പറയാം. പക്ഷേ ഇത് കൂടാതെ ഞങ്ങൾക്ക് തന്നെ ഇതൊരു വലിയൊരു ഒരു ഒരു പാഠം പഠിച്ചതുപോലെ പല കാര്യങ്ങളും നമുക്കിതൊന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. ഒരു ലേണിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു, ഭയങ്കരമായ ലേണിംഗ്. ആദിശങ്കരൻ, വിവേകാനന്ദൻ, മഹാത്മാഗാന്ധി ഇവരൊക്കെ ഇന്ത്യ നടന്ന് കണ്ടിട്ടുള്ള ആൾക്കാരാണ്. അന്നത്തെ കാലവും ഇന്നത്തെ കാലവും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ഇന്നിപ്പോൾ പദയാത്ര എന്നുള്ളതൊരു സങ്കല്പം പോലും ഇല്ലാതായി മാറി. ഇപ്പോൾ കേരളത്തിലൊക്കെയാണെങ്കിൽ പല രാഷ്ട്രീയ പാർട്ടികൾ യാത്രകൾ നടത്തും, പക്ഷേ കാറിൽ കറങ്ങുക എന്നുള്ളതാണ്. ആ കാലവും ഇപ്പോഴത്തെ ഈ ഒരു കാലത്ത് അങ്ങ് നടത്തിയ യാത്ര, അതിൻ്റെ ഒരു സിഗ്നിഫിക്കൻസ് അതെങ്ങനെയായിരുന്നു? അന്ന് എങ്ങനെയാണോ ആദി ശങ്കരാചാര്യൻ നടന്ന് ഇവിടുന്ന് കേരളത്തിൽ നിന്ന് ബദ്രി കേദാർ വരെ പോയത്, അതേപോലെ ഞങ്ങളും നടന്നു തന്നെയാണ് പോയത്, അല്ലാതെ വണ്ടിയിലിരുന്നൊന്നുമല്ല. പിന്നെ ചില സ്ഥലങ്ങൾ എത്തിക്കഴിഞ്ഞിട്ട് റെസിഡൻസ് അവിടെ കിട്ടിയില്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ വണ്ടിയിൽ പോയി അവിടെ നിൽക്കും. പക്ഷേ പിറ്റേന്ന് യാത്ര തുടങ്ങുന്ന അവിടെ നിന്ന് തന്നെയാണ്. എവിടെയാണോ നിർത്തിയത് അവിടെ നിന്നാണ് യാത്ര. അപ്പോൾ ഇതൊരു ശരിക്കും ഒരു പദയാത്രയുടെ എക്സ്പീരിയൻസാണ്. ഈ പദയാത്ര എന്ന് പറയുമ്പോൾ അതിന് ഞാൻ അതുകൊണ്ടാണ് പദയാത്ര തന്നെ ആണോ എന്ന് വിചാരിച്ചത്. കാരണം ഇന്നത്തെ കാലം എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ അങ്ങനെ അത്രയില്ല. നോർത്തിലും ഒക്കെ മഹാരാഷ്ട്രയിലും ഒക്കെ ഒരു വണ്ടിയിൽ ചെന്ന് നമ്മളൊരു വില്ലേജിൽ ഇറങ്ങിയാൽ അവർ വിചാരിക്കുന്നത് നമ്മുടെ ലാൻഡ് അടിച്ചുകൊണ്ട് പോകാൻ വന്നതാണ്. ശരിക്കും അങ്ങനെ ആയിപ്പോയി. റിയൽ എസ്റ്റേറ്റുകാരാണ് ചെല്ലുന്നത്. അപ്പം നടന്നു വരുമ്പോൾ നമ്മളെപ്പോലെ ഒരാളാണല്ലോ വരുന്നത്. അവർക്ക് അതൊരു വലിയ സന്തോഷമാണ്. ഇങ്ങനെ ഒരു നല്ല കാര്യം നേരത്തെ തന്നെ നോട്ടീസൊക്കെ അവരുടെ കയ്യിൽ കിട്ടിക്കാണും, എന്തിനാണ് നടക്കുന്നത്. അപ്പോൾ അവരുടെ കയ്യിൽ ഒന്നും ഇല്ലെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു ചായയെങ്കിലും കുടിപ്പിക്കാതെ അവർ നമ്മളവിടെ നിന്ന് കിട്ടില്ല. അപ്പം അങ്ങനെ ഉള്ളപ്പോഴാണ് ശരിക്കും ഹാർട്ട് ടു ഹാർട്ട് ഡയലോഗ് നടക്കുന്നത്. അവരും കൂടെ നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ ചില സ്ഥലത്ത് നിന്ന് അവിടെ പിന്നെ അവർ കൂടെ നടക്കാൻ തുടങ്ങും, അല്ലെങ്കിൽ പിറ്റേന്ന് കൂടെ നടക്കും. ഇങ്ങനെ വളരെ അത്ഭുതമായ അനുഭവങ്ങൾ ഞങ്ങൾക്കുണ്ടായിട്ടുണ്ട്. അന്ന് അങ്ങ് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ പറഞ്ഞാണ്, അതായത് നമ്മുടെ മനസ്സിങ്ങനെ സങ്കീർണമാകുമ്പോൾ എങ്കിൽ ഒന്ന് നടന്നിട്ട് വരാം, പറയില്ലേ, പല ഒരു അതെ മനസ്സ് ക്ലിയർ ആവും. അന്ന് ഞാൻ പറഞ്ഞു, എന്ന് വെച്ചാൽ സാധാരണ നമ്മൾ പറയില്ല മതി ഇനി ഒന്ന് വെറുതെ ഒന്ന് നടന്നിട്ട് വരാമെന്ന് പറയില്ലേ. ഇത് അങ്ങനെ വെറുതെ നടന്നില്ലെങ്കിലും ആ നടന്നത് നമ്മൾ ഒരു 500 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് നടന്നു. ബ്രേക്ക് കാണും. ഒരു ദിവസം 18-20 കിലോമീറ്ററിൽ കൂടുതൽ നടക്കാൻ സാധ്യമല്ല. അത് അന്ന് നിർത്തും.
എന്നിട്ട് അന്ന് വൈകുന്നേരം ഇൻട്രാക്ഷൻ നടക്കും. സത്സംഗം എന്ന് വേണമെങ്കിൽ പറയാം. എന്നിട്ട് പിറ്റേന്ന് പിന്നെ രാവിലെ നടക്കാൻ തുടങ്ങും. ഇങ്ങനെയാണ് ഞങ്ങൾ ഓരോ സ്റ്റേറ്റിലായിട്ട് പോയത്. ഇംഗ്ലീഷിലൊരു എക്സ്പ്രഷൻ ഉണ്ടല്ലോ, എന്താണ്, ഡൗൺ ടു എർത്ത്. ഇത് ശരിക്കും കാല് ഡൗൺ ടു എർത്ത് വെച്ച് നടന്നു. ഈ 11 സംസ്ഥാനങ്ങൾ, അവിടെ വ്യത്യസ്തമായ രാഷ്ട്രീയ പശ്ചാത്തലങ്ങൾ അല്ലെങ്കിൽ മതപരമായിട്ടുള്ള പല കാഴ്ചപ്പാടുകൾ, എവിടെയെങ്കിലും വെച്ച് എന്തെങ്കിലും എതിർപ്പുകൾ ഉണ്ടായോ? സത്യം പറയുകയാണെങ്കിൽ ഒരു എതിർപ്പും ഞങ്ങൾ ഒരിടത്തും ഫേസ് ചെയ്തില്ല. കാരണം അതിന് ഞാൻ പറഞ്ഞുതരാം. ആളുകൾക്ക് കൺവിൻസ്ഡായി ഇതൊരു പൊളിറ്റിക്കൽ യാത്ര അല്ല. ഞാൻ സെൽഫ് ഇൻട്രസ്റ്റിന് വേണ്ടി ചെയ്യുന്നതല്ല, പോപ്പുലാരിറ്റിക്ക് വേണ്ടി ചെയ്യുന്നതല്ല. ഭ്രാന്ത് പിടിച്ച ആരെങ്കിലും പോപ്പുലാരിറ്റിക്ക് ഞാൻ നടക്കുക. അപ്പോൾ ഇതൊക്കെ കൺവിൻസ്ഡായി കഴിയുമ്പോൾ ആളുകൾക്കൊരു സിമ്പതിയാണ്. അവരെ ചിന്താഗതി വ്യത്യാസമുണ്ടെങ്കിലും നമ്മുടെ കൂടെ ഇരുന്ന് ഫേസ് ടു ഫേസ് ചർച്ച ചെയ്യാൻ തയ്യാറാണ്. വ്യത്യസ്തമായ ആശയങ്ങൾ പങ്കുവെച്ചു കാണും. കാരണം ചില സ്ഥലത്ത് പോകുമ്പോൾ, ഇപ്പോൾ ഗോദ്രയിൽ പോയി, അവിടെ അറിയാമല്ലോ ഗോദ്രയിൽ എന്താണ് നടത്തുന്നത്. അപ്പോൾ അവിടെ ഒരു പോളറൈസേഷനുണ്ട്. ഈ പോളറൈസേഷന് നമ്മളൊരു കോമൺ ഫാക്ടറായിട്ട് ഇതിൻ്റെ ഇടയിൽ ഒരു ബഫർ സോൺ പോലെയാണ്. ഇവരും സംസാരിക്കും, അവരും സംസാരിക്കും. അറ്റംപ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഞാൻ അവിടെ നിന്ന് മാറിക്കഴിഞ്ഞാൽ അവരതുപോലെ ഇരുന്ന് സംസാരിക്കാനുള്ള, ചർച്ച ചെയ്യാനുള്ള സിറ്റുവേഷൻ ഉണ്ടാക്കാൻ പറ്റുമോ? അങ്ങനെ പറ്റുകയാണെങ്കിൽ ഈ യാത്ര സക്സസ് ആണെന്ന് നമുക്ക് പറയാം. ഇപ്പം നമുക്ക് വളരെ നേരത്തെയാണ്, ഇപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല. ഇതൊരു പ്രത്യാശയല്ലേ, യാത്രയല്ലേ, ഹോപ്പല്ലേ. ഇതാണ് നമ്മുടെ ഹോപ്പ്. പിന്നെ ഇതൊരു പ്രിവെൻറ്റീവ് ആണ്, ഒരു ക്യൂറേറ്റീവിനെ കാട്ടും ഒരു പ്രിവെൻറ്റീവ് യാത്രയാണ്. ഇപ്പോൾ അസുഖം വന്നാൽ നമ്മൾ ഡോക്ടറെ അടുത്ത് പോയി ചികിത്സിച്ചു, ചിലപ്പോൾ രക്ഷപ്പെടും, ചിലപ്പോൾ മരിച്ചു പോകും. അങ്ങനെ ഒരു ഇനോക്കുലേഷൻ കണ്ടുപിടിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മൾ തേടുന്നത്. ഒരിക്കലും അങ്ങനെ ഒരു സംഭവം ഉണ്ടാവാതിരിക്കാൻ പറ്റുമോ? ഇതായിരുന്നു ഞങ്ങളുടെ യാത്രയുടെ എയിം. ഈ യാത്രക്കിടയിൽ പാർലമെൻറ്റിനെ അഭിസംബോധന ചെയ്തു. അതെ, ഡൽഹിയിലെത്തിയപ്പോൾ അവിടുത്തെ നമ്മുടെ ഡെപ്യൂട്ടി ചെയർമാൻ കുര്യൻ സാറുണ്ട്, പി ജെ കുര്യനും, പിന്നെ അവിടുത്തെ ഇപ്പോഴത്തെ സെൻട്രൽ ഗവൺമെൻറ്റിലെ പാർലമെൻ്ററി അഫയേഴ്സ് മിനിസ്റ്റർ വെങ്കയ്യ നായിഡു, ഇവർ രണ്ടുപേരും കൂടെ സജസ്റ്റ് ചെയ്ത് നമുക്ക് പാർലമെൻറ്റിലും MPസിനെ അഡ്രസ്സ് ചെയ്യണം. അങ്ങനെ അവരത് സെറ്റപ്പ് ചെയ്തു. ഞാൻ പാർലമെൻറ്റ് നെക്സ്റ്റിൽ പോയി. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ഓർഗനൈസ് ചെയ്തവർ പറഞ്ഞു MPസിനൊന്നും ഇതിലൊന്നും ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടാവില്ല, എത്ര പേര് വരുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പക്ഷേ അന്ന് നമ്മുടെ 80 കൂടുതൽ MPs ഉണ്ടായി. അത് എല്ലാ പാർട്ടി കട്ടിങ് അക്രോസ് പാർട്ടി ബാരിയേഴ്സായിരുന്നു. നല്ല അനുഭവമായിരുന്നു. ഞാൻ അരമണിക്കൂർ സംസാരിച്ച് ആരും ഒരു അക്ഷരം മിണ്ടിയില്ല. ഞാൻ സംസാരിച്ച് അത് കഴിഞ്ഞ് ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ ഓപ്പൺ ചെയ്തു. പക്ഷേ എല്ലാവരും വളരെ ക്വയറ്റായിട്ടിരുന്നു, കേട്ടു. അത് കഴിഞ്ഞ് ഒരു വോട്ട് ഓഫ് താങ്ക്സ് ആരോ ചെയ്തു, ഒരു MP. അത് കഴിഞ്ഞ് അതങ്ങനെ സമാപിച്ചു. ഈ യാത്ര എന്താണ് പഠിപ്പിച്ചത്? അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. എല്ലായിടത്തും മനുഷ്യൻ്റെ സ്ഥായി അവസ്ഥ എല്ലായിടത്തും ഒന്നാണ്. എല്ലായിടത്തും ഒന്നാണ്. അത് ഏത് ഐഡിയോളജി, ഏത് പാർട്ടി, ഏത് സിറ്റുവേഷൻ, സിറ്റി ആണെങ്കിലും കൊള്ളാം, റൂറൽ ഏരിയ ആണെങ്കിലും കൊള്ളാം, യങ് ആണെങ്കിലും കൊള്ളാം, ഓൾഡ്, ബേസിക്കായിട്ട് ഹ്യൂമൻ ബീയിങ്സ് എല്ലാം, മനുഷ്യരെല്ലാം ഒന്നാണ്. അത് എങ്ങനെയെന്ന് വെച്ചാൽ അതിന് വലിയ നമ്മൾ സ്പിരിച്വലായിട്ടൊന്നും പ്രൂഫ് എടുക്കേണ്ട കാര്യമില്ല. എനിക്ക് ചില ഭയങ്ങളൊക്കെ ഉണ്ട്, ചില ഭയമുണ്ട് എനിക്ക്. അതേപോലെ അങ്ങേക്കും ഭയമുണ്ടാവും. അങ്ങേ ഭയപ്പെടുന്നത് ഞാൻ ഭയപ്പെടുന്നത് അല്ലായിരിക്കും, വേറെ ആയിരിക്കും. പക്ഷെ ഭയം എന്നുള്ളതൊരു കോമൺ ഫാക്ടറാണ് നമ്മൾ രണ്ടുപേരിലും. അപ്പോൾ അവിടെ നിന്നാണ് ഇത് ഹാൻഡിൽ ചെയ്യേണ്ടത്. നമ്മൾ ഒന്നാണ് ശരിക്കും ബൈ നേച്ചർ എന്ന് മനസ്സിലാക്കിയിട്ട് ആ വൺനെസ് ക്ലിയറാക്കി എടുത്ത് കാണിച്ചു കൊടുത്താൽ പൊളിറ്റിക്കൽ ഐഡിയോളജിയൊക്കെ എന്ത് വേണമെങ്കിലും ആകാം. റിലീജിയസ് ഫെയ്ത്ത് അത് നമ്മുടെ പേഴ്സണൽ ബിലീഫാണ്, അതും ഇതുമായിട്ട് യാതൊരു സംബന്ധവുമില്ല. പക്ഷെ ഞാനൊരു ഹ്യൂമൻ ബീയിങ് എന്നുള്ള നിലയ്ക്ക്, മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് ഒന്നിച്ച് വേറൊരു മനുഷ്യനുമായിട്ട് എനിക്ക് ജീവിക്കാൻ പറ്റുമോ? ഇല്ലേ, പറ്റും എന്നാണ് എൻ്റെ വിശ്വാസം. ഇത് തെളിയിക്കാനാണ് ഇത് ഞങ്ങൾ നടന്നത്. അപ്പോൾ അതിൻ്റെ പ്രോസസ്സിൽ ഞങ്ങൾക്കും ഇതൊരു വലിയ ലേണിംഗ് എക്സ്പീരിയൻസ് ആയി. പല കാര്യങ്ങളും പഠിക്കാൻ സാധിച്ചു. നമ്മൾ വീട്ടിലിരുന്ന് ആലോചിച്ചാൽ അതൊന്നും മനസ്സിലാവില്ല. ഇറങ്ങി നടന്ന ആളുകളുമായിട്ട് മീറ്റ് ചെയ്ത് സംസാരിച്ച്
കമ്മ്യൂണിക്കേറ്റ് ചെയ്താലേ ഇത് മനസ്സിലാവും. അങ്ങനെ ഞാനിപ്പോൾ ഈ യാത്ര ഇറങ്ങുന്നതിന് മുമ്പേ ഉണ്ടായിരുന്നതിനെക്കാട്ടും ഞാൻ കുറച്ചുകൂടെ അൺസർട്ടനായി. ഇനിയും പല കാര്യങ്ങളും ഉണ്ട് എന്ന് ഒരു വിചാരം വന്നു തുടങ്ങി. അപ്പം അതെങ്ങനെയാണ് അതിനെ നമ്മളിൽ സോൾവ് ചെയ്യുന്നതെന്നാണ്. ഫോളോ അപ്പ് എന്ത് ചെയ്യും ഇതിന്? അങ്ങനെ ഒരു യാത്ര കഴിഞ്ഞു, അതങ്ങ് വിട്ടാൽ വിത്ത് സോ ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് മരമാണെങ്കിൽ അതിന് നറിഷുണ്ട്, വെള്ളം ഒഴിക്കണം, ഇടയ്ക്കിടയ്ക്ക് നോക്കണം, അധികം വീഡ്സ് വന്നാൽ എടുക്കണം. ഇതൊക്കെ ഉള്ള ഒരു ഫോളോ അപ്പ് ഉണ്ട്. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഈ ജാതിയും മതവും രാഷ്ട്രീയവും എന്ത് തന്നെ ആയാലും മനുഷ്യർക്ക് പരസ്പരം പേടിയില്ലാതെ ജീവിക്കാം എന്നുള്ളതാണ്. അതാണ് നമ്മുടെ ജാതി മാറ്റാനോ രാഷ്ട്രീയ ഐഡിയോളജി മാറ്റാനോ ഒന്നുമല്ല നടക്കുന്നത്. മനുഷ്യൻ ഒന്നിച്ച് സ്നേഹത്തോടുകൂടി ഭയമില്ലാതെ ഒന്നിച്ച് ജീവിക്കാൻ സാധിക്കുമെങ്കിൽ അതനുസരിച്ചുള്ള റിലിജനിലും ഐഡിയോളജിയിലും ഒക്കെ ചേഞ്ച് തന്നെ ഉണ്ടായിക്കോളൂ. അങ്ങ് എവിടെ ചെന്നാലും അത്തരം സത്സംഗം നടത്തിയാലും എല്ലാം യുവാക്കളുടെ ഒരു വലിയ പങ്കാളിത്തം ഉണ്ടാവാറുണ്ട്. ഈ യാത്രയിൽ എങ്ങനെ ഉണ്ടായിരുന്നു? മുഴുവൻ അങ്ങനെയായിരുന്നു. ഒരുപാട് യങ്സ്റ്റേഴ്സ് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഞാൻ പോകുന്നിടത്തെല്ലാം പറയുന്നുണ്ടായിരുന്നു, ഈ രാഷ്ട്രമായി പോട്ടെ, ഹ്യൂമാനിറ്റി, ഗ്ലോബൽ ഹ്യൂമാനിറ്റി, ഇതിൻ്റെ റെസ്പോൺസിബിലിറ്റീസ് എല്ലാം ഈ യങ്ങർ ജനറേഷൻ്റെ കയ്യിലാണ്. യങ്ങർ ജനറേഷൻ എന്ന് പറയുമ്പോൾ എന്നെക്കാട്ടും യങ്ങായിട്ടുള്ളവരെല്ലാം യങ്ങർ ജനറേഷൻ, അല്ലാതെ 14 വയസ്സെന്നല്ല അർത്ഥം. കൂടുതലും ഏജ് എത്ര കുറയോ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇപ്പോഴത്തെ സെൻസസ് അനുസരിച്ച് ഇന്ത്യയിൽ തന്നെ ഓൾഡർ ജനറേഷനെക്കാട്ടും കൂടുതൽ ചെറുപ്പക്കാരാണുള്ളത്. കുറച്ച് കഴിയുമ്പോൾ അത് കൂടും, അവരുടെ നമ്പർ കൂടും. അപ്പം അവരുടെ മനസ്സിലൊരു ചെറിയ ചേഞ്ച് ഉണ്ടായാൽ പിന്നെ നമ്മൾ സേഫാണ്. എൻ്റെ ഫ്യൂച്ചറിനെ പറ്റി, ഭവിഷ്യത്തെ പറ്റി പിന്നെ നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഈ മുമ്പെങ്കിലും ഇല്ലാത്ത രീതിയിൽ യുവാക്കൾക്കിടയിൽ ആധ്യാത്മിക ബോധം അല്ലെ ആധ്യാത്മികത മനസ്സിലാക്കാനുള്ള ഒരു ശ്രമം കൂടി വരുന്നുണ്ട്. ഉണ്ട്. പക്ഷേ ഇതൊക്കെ ആണെങ്കിലും മുമ്പെങ്ങും ഇല്ലാത്ത വിധം വളരെ കുടിലവും വളരെ ക്രൂരവുമായ അക്രമങ്ങൾ ഇപ്പോൾ കേരളമാണെങ്കിലും ഇന്ത്യയിലും വർദ്ധിച്ചു വരുന്നു. എന്തായിരിക്കും ഇതിൻ്റെ കാരണം? അവർക്ക് നേരെ ഒരു ഡയറക്ഷൻ ഇല്ലാത്തതുകൊണ്ടാണ്. ഇപ്പോൾ സ്കൂളിലും കോളേജിലും പോകുമ്പം പഠിക്കുന്ന ജോലി കിട്ടാനും കാശുണ്ടാക്കാനും ഇതൊക്കെയാണ് ഈ നമ്മുടെ എഡ്യൂക്കേഷൻ്റെ പോളിസി. ഇല്ലെങ്കിൽ ഇൻഫർമേഷൻ കൊടുക്കും. മനുഷ്യത്വം, ഹ്യൂമാനിറ്റി എന്നുള്ള ഒരു സബ്ജക്റ്റേ ഇല്ല. അപ്പോൾ അവർക്കൊരു ഡയറക്ഷൻ ഇല്ല. യൂത്ത് എന്ന് പറഞ്ഞാൽ ഒരുപാട് എനർജി ഉള്ളവരാണ്. അവർക്ക് അത് എനർജി ശരിക്കും നമ്മൾ യൂട്ടിലൈസ് ചെയ്യാനുള്ള ഒരു റൂട്ട് ഉണ്ടാക്കി കൊടുത്തില്ലെങ്കിൽ അത് നാച്ചുറലായിട്ട് വേറെ പല വിധത്തിലും മാറും. കാരണം അത്രയും എനർജിയാണ്. ഈ എനർജിയെ നമ്മൾ ഗാൽവനൈസ് ചെയ്ത് ഒന്നിച്ചാക്കി നല്ലൊരു ഡയറക്ഷനിൽ കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ ഒരു ഭയങ്കര എനർജി ഈ യൂത്തിനിടയിലുണ്ട്. അതിനുള്ളൊരു ശ്രമം നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിലൂടെ തന്നെ കൊണ്ടുവരണം. അത് ചെറിയ ഏജ് തൊട്ട് എന്ന് വെച്ചാൽ പ്രൈമറി സ്കൂൾ തൊട്ട്, ഞാനിപ്പോൾ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അടുത്തൊക്കെ പറയുന്നതാണ്, നമ്മൾ അങ്ങനെ ഒരു സബ്ജക്റ്റ് സ്റ്റാർട്ട് ചെയ്യണം. എന്താണ് ഹ്യൂമാനിറ്റി എന്ന് പറഞ്ഞാൽ സാധാരണ ഇപ്പോൾ പറയുന്നത് സോഷ്യൽ സ്റ്റഡീസ്, ഇതെല്ലാം അതല്ല. ആക്ച്വൽ സ്റ്റഡി ഓഫ് ഹ്യൂമാനിറ്റി, ഇതൊരു സബ്ജക്റ്റായിട്ട്, അതിന് റിലിജനോ ഐഡിയോളജിയോ ഒന്നും വേണ്ട. അതെ, മാനവികത, മനുഷ്യബന്ധത്തെക്കുറിച്ച് അത്രയേ ഉള്ളൂ. കാരണം റിലിജനും മതവും ഐഡിയോളജിയും ഫിലോസഫിയും ഒക്കെ ഒറിജിനേറ്റ് ചെയ്തത് മനുഷ്യന് വേണ്ടിയാണ്. അപ്പം മനുഷ്യന് അഡ്വാൻറ്റേജ് വരുന്നതിന് പകരം ഡിസഡ്വാൻറ്റേജ് വരുമ്പോൾ അത് മാറ്റേണ്ട സമയമായി. നേരെ തിരിച്ചായിപ്പോവും. അതിനെ പറ്റി ചിന്തിക്കാനുള്ള ഒരു കപ്പാസിറ്റി മനുഷ്യനിൽ ഉണ്ടാക്കാനായിട്ട് യങ്സ്റ്റേഴ്സ്, അത് നമ്മളെപ്പോലെയുള്ളവർ ശ്രമിച്ചാലേ അത് നടക്കും. ഇന്ത്യയിലെ ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം നോക്കിക്കഴിഞ്ഞാൽ യൂറോപ്പിൻ്റെ ഒരു വികലമായ അനുകരണമാണ്. അതിൽ നിന്ന് മാറി ചിന്തിച്ചത് ടാഗോറും പിന്നെ ഒരു പരിധിവരെ ജിദ്ദു കൃഷ്ണമൂർത്തിയൊക്കെയാണ്. ഇപ്പോൾ അങ്ങ് മദനപ്പള്ളിയിലൊക്കെ വിദ്യാഭ്യാസ സ്ഥാപനം ആരംഭിച്ചിട്ടുണ്ട്, നടത്തി വരുന്നുണ്ട്. അങ്ങയുടെ ഒരു വിദ്യാഭ്യാസ വീക്ഷണം എന്താണ്? ഞാൻ പറയുന്നത് ഒരു പർട്ടിക്കുലർ ഒരു ഏജ് എത്തിക്കഴിയുമ്പോൾ കുട്ടികൾക്ക് അവർക്ക് ഒന്നാമത് ചിന്തിക്കാനുള്ള ഫ്രീഡം കൊടുക്കണം. പക്ഷേ ചില ഗൈഡ് ലൈൻസ് വേണം, ഇല്ലെങ്കിൽ അത് ഓവർഫ്ലോ ചെയ്യും, ആയിപ്പോവും. പക്ഷേ ചിന്തിക്കാനുള്ള ഒരു എൻകറേജ്മെൻറ്റ് കൊടുക്കണം. സാധാരണ എന്ന് വെച്ചാൽ ക്ലാസ്സിലിരുന്ന് ടീച്ചർ സംസാരിക്കുമ്പോൾ വിദ്യാർത്ഥികൾ മിണ്ടാതിരുന്ന് കേൾക്കണം, ഒന്നും ചോദിക്കാൻ പാടില്ല. അത് സാറ് പറയുന്നത് തെറ്റാണെന്ന് പറഞ്ഞാൽ അപ്പം വെളിയിലാവും.
നമ്മൾ എൻകറേജ് ചെയ്യേണ്ടത് ഡിസ്കഷനാണ്. അതെ ഇപ്പോൾ ജെഎൻയുവിലും മറ്റും നടന്നതാണ്. അതെ അതെ. അത് നമ്മൾ ഒരു ഒപ്പോസിങ് വ്യൂ ഉണ്ടെങ്കിൽ അതിനെ കട്ട് ചെയ്ത് കളയാതെ അതിനെ നമ്മൾ ചർച്ച, ഡിസ്കഷൻ വഴി, സംവാദം വഴി അതിനെ കൊണ്ടുവന്നാൽ അവർക്ക് അവരുടെ മനസ്സ് ഗ്രോ ചെയ്യുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ പഴയതുപോലെ ആയി പോകും, ഒരു മാറ്റവും വരില്ല. അപ്പം ഞങ്ങളും സ്കൂൾ നടത്തുന്നുണ്ട്. ഞങ്ങളുടെ സ്കൂള് ഒരു ബോർഡിംഗ് സ്കൂളുണ്ട്, അതിൻ്റെ പേര് പീപ്പിൾ ഗ്രോവ് സ്കൂളാണ്. അപ്പം ഞാൻ കൃഷ്ണമൂർത്തിയുമായിട്ടും കുറേ കാലം ജീവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതിൻ്റെയും ഒരു ഇഫക്റ്റ് ഇതിനകത്തുണ്ട്. അപ്പം സ്ട്രിക്ട്ലി ഗുരുകുല സിസ്റ്റമാണെന്ന് പറയാൻ പറ്റില്ല, പക്ഷേ ഏതാണ്ട് അതുപോലെയാണ്. പക്ഷെ ഒരു ഇന്ന രീതിയിൽ തന്നെ പോകണം അങ്ങനെയൊന്നും ഞങ്ങൾ ഡിസ്കസ് ചെയ്യാറില്ല. കേരളത്തിൽ അത്തരം സ്ഥാപനങ്ങൾ ആരംഭിക്കാൻ ചെയ്യണം. ഞാനിതിനെപ്പറ്റി പല പ്രാവശ്യവും ആലോചിച്ചതാണ്. അതിന് ഇൻട്രസ്റ്റ് ഉള്ളവർ മുമ്പോട്ട് വന്നാൽ നമുക്കതിൻ്റെ നോഹവ് നമ്മുടെ കയ്യിലുണ്ട്, ഉണ്ട്. അത് ചെയ്യണം. പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഇവിടെ ആളുകൾ സാധാരണ, ഞാൻ ഇന്ന് ഫ്ലൈറ്റിൽ ഒരു MBA മീറ്റ് ചെയ്തു. അദ്ദേഹം പേര് പറയണ്ട, അദ്ദേഹം പറഞ്ഞു അദ്ദേഹം ഇതുപോലൊരു സ്കൂൾ തുടങ്ങാനായിട്ട് ട്രൈ ചെയ്തു നിലമ്പൂർ. പുള്ളി പറഞ്ഞു ഇപ്പോൾ അതൊരു കമേഴ്ഷ്യൽ സ്കൂളായിട്ട് മാറി, കാരണം പേരൻസിന് അത് ഇഷ്ടമല്ല. അപ്പം നിങ്ങളെങ്ങനെയാണ് നടത്തുന്നതെന്ന് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞങ്ങൾ നേരത്തെ തന്നെ പേരൻസിൻ്റെ അടുത്ത് പറയും, നിങ്ങൾ സാധാരണ ഒരു കൺവെൻഷണൽ സ്കൂൾ പോലെയാണെന്ന് വിചാരിക്കുകയാണെങ്കിൽ ഇങ്ങോട്ട് കൊണ്ടുവരണ്ട. ഞങ്ങൾക്ക് പൈസ ഉണ്ടാക്കാനല്ല ഞങ്ങൾ സ്കൂൾ നടത്തുന്നത്, എഡ്യൂക്കേഷന് വേണ്ടിയാണ്. അതുകൊണ്ട് ഇന്നതുപോലെ ഒരു ഓൾറൗണ്ട് ഡെവലപ്മെൻറ്റാണ് ആവശ്യമെന്നുണ്ടെങ്കിൽ ഇവിടെ വിട്ടാൽ മതി. ഇല്ലെങ്കിൽ അതുകൊണ്ട് 8 കൊല്ലമായിട്ട് സ്കൂളിൽ 4ാം ക്ലാസ് തൊട്ട് +2 വരെ ICSE സ്കൂളാണ്. 140 കുട്ടികളേ ഉള്ളൂ. കാരണം ചില പേരൻസിന് ഇൻട്രസ്റ്റ് ഇല്ല. പേരൻസിന് എപ്പോഴും എൻട്രൻസ് പരീക്ഷയിലൂടെ ഡോക്ടറോ എഞ്ചിനീയറോ നല്ല മനുഷ്യനാക്കി വളർത്തണം, അതില്ലല്ലോ. അത് ആവശ്യമാണ്, അല്ലെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ ബാക്കി അതങ്ങ് മറന്നുപോരുത് നമ്മുടെ ഹ്യൂമാനിറ്റിയെ കുറിച്ച്. അപ്പോൾ അത് ഒരുപാട് ചേഞ്ച് ചെയ്യാനുണ്ട്. അപ്പോൾ അങ്ങനെയായിട്ട് ഞാൻ സംസാരിച്ചിരിക്കുന്ന വേളയിൽ ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ ചർച്ചാ വിഷയം കേരളത്തിലെ സ്കൂളുകൾ പൂട്ടുന്നതിനെ കുറിച്ചാണ്. ഇപ്പോൾ സർക്കാർ ഉടമസ്ഥതയിലുള്ള പല സ്കൂളുകളും അല്ല എയ്ഡഡ് സ്കൂളുകൾ പൂട്ടിക്കൊണ്ടുപോകും. കുട്ടികൾ പഠിക്കാൻ വരുന്നില്ല അത്തരം സ്ഥാപനങ്ങളിലേക്ക്. അപ്പോൾ എവിടെ പോകുന്നു കുട്ടികൾ? അവർ അൺഎയ്ഡഡ് സ്കൂളിലേക്ക് പോകുന്നു. കാരണം എന്താണ്? കുറേ കൂടെ മെച്ചപ്പെട്ട വിദ്യാഭ്യാസമല്ല. അതാണ്. അപ്പോൾ ഈ മെച്ചപ്പെട്ട വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ ജോലി കിട്ടുന്ന വിദ്യാഭ്യാസം മാത്രമല്ല, മനുഷ്യൻ നന്നാവാൻ, ഒരു ഓൾറൗണ്ട് ഡെവലപ്മെൻറ്റ് ഉണ്ടാവാനുള്ള ഒരു എഡ്യൂക്കേഷൻ്റെ ആവശ്യമുണ്ടെന്ന് നമുക്ക് അത് തോന്നണം. തോന്നിയ കേരളം എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ ഒരു തിങ്കിങ് കപ്പാസിറ്റി ഉള്ള ആളുകളിവിടെ ഒരുപാടുണ്ട്. തീർച്ചയായിട്ടും. വെറും പ്രോഫിറ്റ് മോട്ടീവിൽ പോകാതെ ഓൾറൗണ്ട് ഡെവലപ്മെൻറ്റിന് വേണ്ടി ആ ചിന്ത മാറ്റിയെടുക്കുകയാണെങ്കിൽ ഭയങ്കരമായിട്ട് പ്രോഗ്രസ് ചെയ്യാൻ പറ്റിയ പൊട്ടൻഷ്യലുള്ള ഒരു സ്റ്റേറ്റ്. മറ്റൊരു കാര്യം, ഈ ശാസ്ത്രവും ആത്മീയതയും തമ്മിൽ ഒരുപാട് ബന്ധങ്ങളുണ്ട്. എവിടെയാണ് ശരിക്കും ശാസ്ത്രവും ആത്മീയതയും തമ്മിൽ സന്ധിക്കുന്നത്, അല്ലെങ്കിൽ എവിടെയാണ് വേർപിരിയുന്നത്, അല്ലെങ്കിൽ അത് ഏത് രീതിയിലാണ് അത് ഉരുത്തിരിയുന്നത്? ആത്മീയത എന്ന് പറയുന്ന ഒരു വിഷയം, അത് ഒറിജിനലായിട്ട് അനുഭവമുള്ളവർക്ക് സയൻസുമായിട്ട് യാതൊരു വഴക്കുമില്ല. ഇല്ല. അതിനെപ്പറ്റി അറിഞ്ഞുകൂടാത്ത കൊണ്ടാണ് സയൻസ് വന്നാൽ നമ്മുടെ ഇഗ്നറൻസ് മനസ്സിലാവും ആളുകൾക്കെന്ന് പേടിച്ചാണ് സയൻസിനെ മാറ്റിവെക്കുന്നത്. ശരിക്കും ആധ്യാത്മിക അനുഭവം ഫസ്റ്റ് ഹാൻഡ് ആയിട്ടുള്ള ആളുകൾക്ക് സയൻസും അതുമായിട്ട് യാതൊരു ഡൈവേർഷനുമില്ല, രണ്ടും ഒന്നാണ്. ഇതൊരു വളരെ സയൻറ്റിഫിക് എൻക്വയറിയാണ് ഈ ആത്മീയത എന്ന് പറയുന്നത്. ആത്മീയത എന്ന് പറഞ്ഞാൽ അതിനെ ചെറുതായിട്ടൊന്ന് ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ, സാധാരണ സയൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഇന്ദ്രിയങ്ങൾ കൊണ്ട് കാണുന്ന, പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് കാണുന്ന ഈ ലോകം, അതിൻ്റെ ലോസ് എന്താണ്, അതെങ്ങനെയാണ് സ്റ്റഡി ചെയ്യേണ്ടത്, അതിൻ്റെ ഒറിജിൻ എന്താണ്, ഇതൊക്കെയാണ് സയൻസ് എന്ന് പറയുന്നത്. ഒരു ചെറിയ ഒരു അംശം ഇതിനകത്ത് ചില ആളുകളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ, ഞങ്ങളെപ്പോലെ ഈ പഞ്ചേന്ദ്രിയങ്ങൾ കൂടാതെ മനുഷ്യൻ്റെ മനസ്സിലും ശരീരത്തിലും വേറെ ചില ഇന്ദ്രിയങ്ങളുണ്ട്. അതെല്ലാവർക്കും ഉണ്ട്. ആണ്, പെണ്ണ്, ഈ മതം ആ മതം അങ്ങനെയൊന്നുമില്ല. എല്ലാ മനുഷ്യനിലും അങ്ങനെ ചില ഫെസിലിറ്റീസ് ഉണ്ട്, ചില ഫാക്കൽറ്റീസ് ഉണ്ട്. അത് നമ്മൾ ഈ സിവിലൈസേഷൻ എന്ന് പറഞ്ഞ് കാണുന്ന വികസനം ഉണ്ടല്ലോ, അത് ഈ ഫ്രോണ്ടൽ ലോബ് എന്ന് പറയുന്ന ഈ ബ്രെയിൻ്റെ ഈ ഭാഗം ഡെവലപ്പ് ചെയ്തത് അവിടെ നിന്നുള്ളതാണ് ഇത് മുഴുവൻ നമ്മൾ കാണുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ, ഞാൻ മാത്രമല്ല വേറെ പലരും ഇതിനെപ്പറ്റി ചിന്തിക്കാറുണ്ട്,
ഫ്രോണ്ടൽ ലോബ് എന്ന് പറയുന്ന സിവിലൈസേഷൻ ഏതാണ്ട് അതിൻ്റെ ലിമിറ്റ് വരെ എത്തിക്കഴിഞ്ഞു. നമ്മുടെ ഈ തലച്ചോറ് ബ്രെയിനകത്ത് എക്സ്പ്ലോർ ചെയ്യാത്ത പല സെൻറ്റേഴ്സും ഉണ്ട്, പഞ്ചേന്ദ്രിയങ്ങൾ കൂടാതെ ഉണ്ട്. അത് എല്ലാ മനുഷ്യനിലും ഉണ്ട്. അത് ആക്റ്റീവ് അല്ല, പൊട്ടൻഷ്യലാണ്. യോഗിമാരത് കൂടുതൽ എക്സ്പ്ലോർ ചെയ്യും. അപ്പോൾ അത് എങ്ങനെയാണ് ആക്ടിവേറ്റ് ചെയ്യേണ്ടത്? ഇതിപ്പോൾ അത് ആക്ടിവേറ്റഡ് അല്ല. ആക്ടിവേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ള സ്റ്റഡിയാണ് ആത്മീയത എന്ന് പറയുന്നത്. ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വേൾഡ് വിഷൻ മാറും, ഡയമെൻഷൻസ് കൂടും. ഇപ്പോൾ നമ്മളൊരു 3 ഡയമെൻഷനൽ ലോകത്തല്ലേ ജീവിക്കുന്നത്, അത് മാറി 4ഉം 5ഉം ഒക്കെ ആവും. അപ്പോൾ അതിനെ അത് അപ്പോൾ ഇത് വളരെ സയൻറ്റിഫിക് അല്ലേ. ഇതിൽ നോൺ സയൻറ്റിഫിക്കായിട്ട് എന്താണ്? ഈ ബ്രെയിനിൻ്റെ അകത്ത് പുറവശത്ത് ലിംബിക് സിസ്റ്റത്തിൻ്റെ നേരെ മുകളിൽ ഒരു ചെറിയ ഒരു ഗ്ലാൻഡുണ്ട്, ഡക്ട്ലെസ് ഗ്ലാൻഡാണ്, എൻഡോക്രൈൻ സിസ്റ്റത്തിലുള്ളതാണ്. അതിനെ പീനിയൽ ഗ്ലാൻഡ് എന്നാണ് പറയുന്നത്. വളരെ ചെറുതാണ്, ഒരു പച്ചമുളകിൻ്റെ ഷേപ്പിൽ ഒരു ചെറിയ ഗ്ലാൻഡ്. ഒരു 50 കൊല്ലം മുമ്പ് വരെ ഇതൊരു വെസ്റ്റേജ് ഓർഗനാണെന്നാണ് സയൻറ്റിസ്റ്റ് പറഞ്ഞിരുന്നത്. അതിന് യൂസ് ഇല്ല, വെറുതെ അവിടെ ഇരിക്കുക. എന്ന് വെച്ചാൽ അപ്പൻഡിക്സ് ഇരിക്കുന്ന പോലെ ഒരു വെസ്റ്റേജ് ഓർഗൻ. പിന്നെ കണ്ടുപിടിച്ചു സ്ലീപ്പ് സർക്കിൾ ഉണ്ടല്ലോ നമ്മുടെ, അതിന് സർക്കാഡിയൻ റിതം എന്ന് പറയും സയൻസിൽ, ബയോളജിയിൽ. ഇരുട്ടാവുമ്പോൾ ഉറങ്ങാൻ തോന്നും, ലൈറ്റ് വരുമ്പോൾ എണീക്കാൻ തോന്നും. ഇതൊക്കെ ശരിക്ക് കോർഡിനേറ്റ് ചെയ്യുന്നത് ഈ ഓർഗനാണ്, ഈ പീനിയൽ ഗ്ലാൻഡ്. ഇതിവിടെയാണ്, അത് നേരെ താഴെ. അത് അതിലൊരു മെലറ്റോണിൻ എന്ന് പറഞ്ഞ് ഒരു കെമിക്കൽ ഹോർമോൺ. ഇരുട്ടാവുമ്പോൾ കുറച്ച് മെലറ്റോണിൻ ബ്ലഡിലേക്ക് റിലീസ് ചെയ്യും. അപ്പോഴാണ് നമുക്ക് ഉറക്കം വരുന്നത്. ലൈറ്റ് വരുമ്പോൾ അത് കുറയും. അപ്പോൾ സ്ലീപ്പ് സൈക്കിൾ കോർഡിനേറ്റ് ചെയ്യുന്നത് പീനിയൽ ഗ്ലാൻഡ് ആണെന്ന് ഇപ്പോൾ 50 വർഷം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു. പണ്ട് ഒരു വേസ്റ്റ് ഓർഗനായിട്ടാണ് വിചാരിച്ചിരുന്നത്. ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ 100 കൊല്ലം മുമ്പേ സ്വാമി വിവേകാനന്ദൻ കുണ്ടലിനി യോഗത്തെപ്പറ്റിയും സൗന്ദര്യലഹരിയെപ്പറ്റിയും ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞു, സഹസ്രാര ചക്രമെന്ന് പറയുന്നതിൻ്റെ റൂട്ട് പീനിയൽ ഗ്ലാൻഡാണെന്ന് പറഞ്ഞു. എപ്പോഴാണ്? 100 കൊല്ലം മുമ്പ്. ഇത് 50 കൊല്ലം കഴിഞ്ഞ് ഇങ്ങോട്ടാണ് നമ്മളിത് കണ്ടുപിടിച്ചിരിക്കുന്നത്. എനിക്ക് സംശയം അത് കേട്ട് വായിച്ചിട്ടാരോ പിന്നെ എക്സ്പ്ലോർ ചെയ്ത് കാണും, അറിയില്ല. ഈ സ്ലീപ്പ് സൈക്കിളിനെ റെഗുലേറ്റ് ചെയ്യുന്ന പീനിയൽ ഗ്ലാൻഡ് ആണെങ്കിൽ വേദാന്തം അനുസരിച്ച് സ്ലീപ്പ് സൈക്കിളും ഹയർ സ്റ്റേറ്റ് ഓഫ് കോൺഷ്യസ് തമ്മിൽ വളരെ ക്ലോസ് ആണ്. ഡീപ്പ് സ്ലീപ്പിന് സുഷുപ്തി എന്നും ഹയർ കോൺഷ്യസ് സ്റ്റേറ്റിന് തുരിയ എന്നും പറയും. ഇത് രണ്ടും ഒന്നാണ്, ഓൾമോസ്റ്റ് ഒന്നാണ്. ഒരു ചെറിയ ലൈനുണ്ട്, ഇങ്ങോട്ടും അങ്ങോട്ടും ആവാം. അതുകൊണ്ടാണ് ചിലർ മെഡിറ്റേറ്റ് ചെയ്ത് ഡീപ്പായിട്ട് അങ്ങോട്ട് പോകാതെ ചിലപ്പോൾ ഉറങ്ങി പോകുന്നത്. ഇത് രണ്ടും അടുത്തടുത്താണ്. അപ്പോൾ ഇങ്ങനത്തെ പല കാര്യങ്ങളും ഉണ്ട്. ഇന്നും മെക്സിക്കോയിൽ ഒരു ലിസേർഡ് വർഗത്തിൽപ്പെട്ട ഒരു സാധനമുണ്ട്. അതിനിപ്പോഴും ഇവിടെ ഒരു തേർഡ് ഐ പോലെയുണ്ട്. അതുകൊണ്ട് കംപ്ലീറ്റ് സെൻസ് ചെയ്യാൻ സാധിക്കും. പിന്നെ ദൂരമുള്ള ഹീറ്റ് എല്ലാം സെൻസ്, അതിൻ്റെ പീനിയൽ ഗ്ലാൻഡിൻ്റെ ഗ്രോത്താണ്. നമുക്കത് സ്പിരിച്വൽ ഫീൽഡിൽ ഇപ്പോൾ ആക്റ്റീവ് അല്ല, സ്ലീപ്പ് പാറ്റേൺ മാത്രമാണ് അതിപ്പോൾ കൺട്രോൾ ചെയ്യുന്നത്. ചില ക്രിയകൾ കൊണ്ട് അതിനെ ആക്ടിവേറ്റ് ചെയ്യാൻ സാധിക്കും. ആക്ടിവേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ശിവൻ്റെ പടം വരയ്ക്കുമ്പോൾ നമ്മളിവിടെ ഒരു ജ്ഞാനദൃഷ്ടി എന്ന് പറഞ്ഞ് വരയ്ക്കാറില്ല, കണ്ണടച്ചാൽ ഇവിടെ ഒന്ന് തുറന്നിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം ഈ ബ്രെയിനകത്ത് എക്സ്പ്ലോർ ചെയ്യാത്ത പല ഓർഗൻസും ഉണ്ട്. നമ്മളിപ്പോൾ 10% ബ്രെയിൻ കൊണ്ടാണ് ജീവിക്കുന്നത്. അപ്പോൾ ബാക്കി 90% എവിടെ പോയി? എല്ലാം ഉള്ളിൽ തന്നെ ഉണ്ട്. ഈ 10% ആണ് ഈ കാണുന്ന ലോകം മുഴുവൻ. ഡെവലപ്മെൻറ്റ് ഉള്ളിലുള്ളതിനെ എക്സ്പ്ലോർ ചെയ്യാൻ തയ്യാറാവുന്നവർക്ക് വലിയൊരു അനുഭൂതിയായിരിക്കും. അപ്പോൾ സയൻസും സ്പിരിച്വലായിട്ടുള്ളതും ആയിട്ട് ഡൈക്കോട്ടമി ഉണ്ടോ? ഇല്ല. പരസ്പര സയൻസിനെ കണ്ട് പേടിക്കുന്നവർ ശരിക്കും ആത്മീയതയെപ്പറ്റി വലുതായിട്ട് അറിയാത്തവരാണ്. ഇപ്പോൾ അങ്ങയുടെ വളരെ അടുത്ത സുഹൃത്തുക്കളാണ് വിളയന്നൂർ രാമചന്ദ്രൻ, ECG സുദർശൻ തുടങ്ങിയവർ. അതെ. അവരുടെ ശാസ്ത്രം അങ്ങയെ സ്വാധീനിച്ചോ അതോ അങ്ങയുടെ ദർശനം അവരെ സ്വാധീനിച്ചോ? അങ്ങനെ പറയാനൊക്കില്ല. അവർ വലിയ സയൻറ്റിസ്റ്റ് അല്ലേ. വിളയന്നൂർ അദ്ദേഹം എഴുതിയിട്ടുള്ള 1-2 പുസ്തകം എല്ലാവരും വായിക്കേണ്ടതാണ്. ശരിക്കും ഫാൻറ്റംസ് ഇൻ ദ ബ്രെയിനൊക്കെ ശരിക്കും വായിക്കേണ്ടതാണ്. പിന്നെ ഫിസിക്സിൽ ഡോക്ടർ ജോർജ് സുദർശൻ ആണെങ്കിൽ ക്വാണ്ടം ഫിസിക്സിൽ ടാക്യോൺ എന്നൊരു പാർട്ടിക്കിൾ കണ്ടുപിടിച്ചു. അതിന് സുദർശൻ എഫക്റ്റ് എന്നാണ് എന്നും പേര്. അതുകൊണ്ട് ഞാനങ്ങനെ കമ്പയർ ചെയ്യില്ല.
പക്ഷേ ഞാൻ അവരെ അറിയും. അതുകൊണ്ട് നമ്മൾ പലപ്പോഴും നോട്ട്സ് എക്സ്ചേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ അവർ സ്ട്രിക്ട്ലി ഫിസിക്കൽ സയൻറ്റിസ്റ്റ് ആയതുകൊണ്ട് ഈ ഫീൽഡിനെ പറ്റി അവർ അധികം കമൻറ്റ് ചെയ്യില്ല. കമൻറ്റ് ചെയ്താൽ അവർക്കതൊരു ഇന്നും സയൻസും വളരെ ഓർത്തഡോക്സാണ്. ഈ നമ്മുടെ ഒരു ഈ ധ്യാനം അല്ലെങ്കിൽ അങ്ങയുടെ മഹാനായ ഗുരുവിനോടൊപ്പം കഴിഞ്ഞ നാളുകൾ ഇതൊക്കെ അങ്ങയുടെ ആത്മകഥയിൽ പരാമർശിച്ചിട്ടുണ്ട്. അതിൽ തെറ്റാണെങ്കിൽ ക്ഷമിക്കണം. അതിൽ ഒരു സ്ഥലത്ത് ഈ ഒരു പേടകം, ചന്ദ്രൻ്റെ ഒരു പേടകം പോലൊരു പേടകം വന്ന് അതിൽ നിന്ന് ഒരു നാഗരാജാവ് ഇറങ്ങി വന്നു, ഗുരുവുമായി സംസാരിച്ചു, എന്നിട്ട് കുറെ കഴിഞ്ഞ് തിരിച്ചു പോയി. ഇതൊരു ഫാന്റസിയാണ്. അതൊരു ഒരു ശാസ്ത്ര അവബോധം ഉള്ള ഒരാൾക്ക് ഇത് ഒരു കെട്ടുകഥയായിട്ട് വേണേ തെറ്റിദ്ധരിച്ചൂടെ? അതെ, അത് പണ്ടത്തെ കാലത്ത് ഭൂമി ഉരുണ്ടതാണെന്ന് പറഞ്ഞത് ഒരു കെട്ടുകഥയാണെന്ന് ആളുകൾ തോന്നിയിട്ടില്ലേ? അപ്പോൾ ഇത് എൻ്റെ അഭിപ്രായത്തിൽ എൻ്റെ അനുഭവം കൊണ്ട് ഞാൻ പറയുകയാണ്. അത് എഴുതിയിരിക്കുന്ന സമയത്ത് ഞാൻ കഞ്ചാവോ ഒന്നും വലിച്ചിട്ടൊന്നുമില്ല. ഞാനൊരു ഡ്രഗിൻ്റെ എഫക്റ്റ് അല്ല, അതൊരു വിഷനുമല്ല, അതൊരു ആക്ച്വൽ ഫിസിക്കലായിട്ട് നടന്ന ഒരു കാര്യമാണ്. അങ്ങനെയുള്ളത് മാത്രമേ ഞാൻ എൻ്റെ പുസ്തകത്തിൽ എഴുതി. പക്ഷേ അത് അവിശ്വാസ്യതമാണ്. അത് വായിക്കുമ്പോൾ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല, കാരണം നമുക്ക് അങ്ങനെ ഒരു അനുഭവമില്ല. അതുകൊണ്ടാണ് ഒരു കാര്യം മനസ്സിലാക്കിയാൽ മതി, നമുക്കറിയുന്നതിനെക്കാട്ടും പല സംഗതികളും ഈ ലോകത്തുണ്ട് എന്നുള്ള ഒരു അപ്രോച്ചിൽ കൂടെ പോയാൽ കുറച്ച് നമുക്കത് വിശ്വസിക്കാം. അവിടേക്ക് എത്തിച്ചേരാൻ എല്ലാവർക്കും പറ്റിയെന്ന് വരില്ല. പ്രയത്നം ചെയ്യേണ്ടി വരും, പരിശ്രമത്തിലൂടെ പരിശ്രമം ചെയ്യേണ്ടി വരും. അതാണ് മുംതാസ് അലിയിൽ നിന്ന് എമ്മിലേക്കുള്ള ദൂരം. അതാണ്, അത് വേണം. അത് ഞാൻ 19ാമത്തെ വയസ്സിലെല്ലാം വലിച്ച് കളഞ്ഞിട്ട് അങ്ങ് പോയി. എന്തെന്ന് വെച്ചാൽ ഇത് മനസ്സിലാക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങളെന്നൊരു അത്രയും ഒരു സ്ട്രോങ് ആയിട്ടൊരു ഇൻസ്പിറേഷൻ കൊണ്ടാണ് ഞാൻ പോയത്. അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യം മനസ്സിലാക്കണമെങ്കിൽ കുറച്ച് സാക്രിഫൈസിൻ്റെ ആവശ്യമുണ്ട്. അതില്ലാതെ അത് മനസ്സിലാക്കാൻ പറ്റില്ല. അങ്ങയുടെ ഗുരുവിനെ കണ്ടെത്തിയതിനെ കുറിച്ച് കുറച്ചൊന്ന് പറഞ്ഞാൽ അത് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി. ഞാൻ ഗുരുവിനെ അന്വേഷിച്ചല്ല പോയത്. പക്ഷേ എൻ്റെ ആത്മകഥ വായിച്ചിട്ടുണ്ടെങ്കിൽ 8ാമത്തെ വയസ്സിൽ തിരുവനന്തപുരത്ത് ഞങ്ങളുടെ പുറകിലത്തെ ഗാർഡനിൽ 5 മിനിറ്റ് സമയം ഞാൻ അദ്ദേഹത്തിനെ കണ്ടു. അതും വിഷനല്ല, ഇതൊന്നും ഈ സെമി കോൺഷ്യസ്നെസ്സിൽ കാണുന്ന വിഷനൊന്നുമല്ല, ശരിക്കും കണ്ടു. അതെൻ്റെ മനസ്സിലിങ്ങനെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ പോയത് അതുകൊണ്ടല്ല. ഞാൻ പോയത് അവിടം തൊട്ട് 19ാമത്തെ വയസ്സ് വരെ പലതും വായിച്ചു, പല മഹാന്മാരെയും കണ്ടെത്തി, അടുത്തുള്ളവരൊക്കെ പലരിടത്തും പോയി പല ആശീർവാദം ബ്ലെസ്സിങ്സും ഒക്കെ കിട്ടി. പക്ഷെ എനിക്ക് തോന്നി ഞാനൊരു കൂടിലിട്ട ഒരു പക്ഷിയാണെന്നൊരു ഫീലിംഗ്. അത് കൂട് പൊട്ടിച്ച് വെളിയിലിറങ്ങണം എന്നുള്ളൊരു ഭയങ്കര ഒരു ഫീലിങ്ങോടുകൂടിയാണ് ഞാൻ പോയത്. ഈ കണ്ട ആളിനെ ഞാൻ അവിടെ വെച്ച് കാണുമെന്ന് യാതൊരു വിശ്വാസവും എനിക്കില്ലായിരുന്നു. പിന്നെ ഹിമാലയത്തിൽ വലിയ യോഗിമാരുണ്ട് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്, കിട്ടിയേക്കും എന്ന് വിചാരിച്ചാണ് ഞാൻ പോയത്. അവിടെ ചെന്ന് വളരെയധികം പ്രയാസപ്പെട്ട് ആഹാരമില്ലാതെയും താമസിക്കാൻ സ്ഥലമില്ലാതെയും ഒക്കെ പെട്ട് ബദ്രിയിലെത്തി. എനിക്ക് തോന്നി അങ്ങനെയുള്ള യോഗിമാരൊന്നും നമ്മൾക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ ഇതൊക്കെ ചിലപ്പോൾ കെട്ടുകഥയാണോ? കെട്ടുകഥയാണെങ്കിൽ എൻ്റെ ജീവിതം ഞാൻ മുഴുവൻ അവസാനിപ്പിച്ചിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇപ്പോൾ ജീവിച്ചിട്ട് കാര്യമില്ല. ചിലപ്പോൾ അടുത്ത ജന്മം ഉണ്ടെങ്കിൽ നല്ല ശരീരത്തിൽ വന്നാൽ കിട്ടുമായിരിക്കും എന്നൊക്കെ വിചാരിച്ച് ഞാനൊരു ആത്മഹത്യ ചെയ്യാനുള്ള തയ്യാറെടുത്ത്. അളക്കനന്ദ എന്ന് പറയുന്ന ഭയങ്കര ഫോഴ്സിലാണ് വരുന്നത് അവിടെ ബദ്രിയിൽ. അവിടെ ചെന്ന് നിന്ന് ഇങ്ങനെ നോക്കി, ഇതിൽ എത്ര നേരമാവും, സഫർ ചെയ്യാൻ വയ്യ ഇതിൽ ചാടിയാൽ എന്നിങ്ങനെ ആലോചിച്ചിട്ട് ഏതായാലും വ്യാസഗുഫ എന്നൊരു ഗുഹയുണ്ട്, അവിടെ പോയി കുറച്ച് നേരം ഇരുന്ന് ധ്യാനിച്ചിട്ട് പിന്നെ തീരുമാനിക്കാം എന്ന് വിചാരിച്ച് ഞാൻ അതിലേ കൂടെയാണ് മുകളിലോട്ട് പോയത്. തിരിച്ചു വന്ന് നോക്കിയപ്പോൾ അവിടെ കുറച്ച് തീ കത്തിച്ചിടുന്നുണ്ട്. അപ്പോൾ തീ കത്തിക്കണമെങ്കിൽ ആരെങ്കിലും കാണണമല്ലോ. അപ്പോൾ ഞാൻ പതുക്കെ ഗുഹയുടെ അകത്ത് നിന്ന് ഇങ്ങനെ നോക്കിയപ്പോൾ ഒരാൾ എണീറ്റ് നിന്നു. കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഇതേ മനുഷ്യനാണ് ഞാൻ 8ാമത്തെ വയസ്സിൽ കണ്ടതെന്നുള്ളത് ഫ്ലാഷ് ചെയ്തു എൻ്റെ മനസ്സിലിങ്ങനെ. അപ്പം ഞാൻ അദ്ദേഹത്തിൻ്റെ കാല് തൊട്ട് അദ്ദേഹം ആദ്യമായിട്ട് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഹിന്ദിയിലാണ് പറഞ്ഞത്. കറങ്ങി തിരിഞ്ഞ് പിന്നെ എൻ്റെ അടുത്ത് എത്തിയോ എന്ന് ചോദിച്ചു. ശരി. ഞാൻ പറഞ്ഞു ഇനി ഞാൻ വിട്ടു പോകില്ല എന്നും പറഞ്ഞു പോയി അറിയാതെ. അദ്ദേഹം പറഞ്ഞു അത് നമുക്ക് ആലോചിക്കാം, ചിരിച്ചിട്ട് ആലോചിക്കാം എന്ന് പറഞ്ഞു. ആ വ്യക്തിയുടെ കൂടെ ഞാൻ 2.5-3 കൊല്ലം
ഹിമാലയത്തിൽ പല സ്ഥലത്തും. അദ്ദേഹം ഈ പദയാത്ര നടന്നു പോകുന്ന പ്രാക്ടീസ് എനിക്ക് അവിടം തൊട്ടാണ് തുടങ്ങിയത്. അന്ന് ഗുരുവിനൊപ്പം നടന്നിട്ടുള്ളതാണ് നേടിയതെല്ലാം. അതെ അല്ലേ? അദ്ദേഹം വാഹനത്തിൽ കയറാത്ത ഒരാളായിരുന്നു. ബാനറില്ലായിരുന്നു, ആശ്രമം ഇല്ലായിരുന്നു, ചെരുപ്പില്ലായിരുന്നു, ഇങ്ങനൊരു മനുഷ്യൻ. അദ്ദേഹത്തിൻ്റെ കൂടെയാണ് ഞാൻ ആദ്യമായിട്ട് നടന്ന് ആ നടത്തയുടെ ഒരു ആനന്ദം എക്സ്പീരിയൻസ് ചെയ്യാൻ തുടങ്ങിയത് അവിടെ തന്നെ. പക്ഷെ അങ്ങേക്കൊരു ഗുരു ഉണ്ടായിരുന്നു. പക്ഷേ അങ്ങ് ആരുടെയും ഗുരുവാകാൻ തയ്യാറല്ല. അങ്ങ് എപ്പോഴും പറയുന്നത് ഞാനൊരു ഗൈഡ് മാത്രമാണ്. അതെന്താണ് അങ്ങനെ? എന്ന് വെച്ചാൽ എനിക്ക് ഇതുവരെ നല്ലൊരു ശിഷ്യം കിട്ടിയെന്ന് തോന്നുന്നില്ല. അത് ഒരു വളരെ റെസ്പോൺസിബിളായിട്ട് എടുക്കേണ്ട ഒരു കാര്യമാണ്. അതൊരു ഹോൾസെയിലായിട്ട് ശിഷ്യന്മാരെ ഉണ്ടാക്കാൻ പറ്റില്ല. ബാബാജിയുടെ കൂടെ ഞാനുണ്ടായിരുന്നു, മഹേശ്വരനാഥ് ബാബുജിയുടെ. ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അല്ലാതെ ഒരുപാട് പേരൊന്നും ഇല്ലായിരുന്നു. അദ്ദേഹത്തിന് വേറെ ശിഷ്യന്മാരുണ്ടായിരുന്നു കുറച്ച്, അതെനിക്കറിയാം. പക്ഷേ അങ്ങനെ ഒരു ഈ സ്പിരിച്വൽ, ഇപ്പം ഞാൻ പറയാം, നമ്മളൊരു പാർട്ടിക്കിൾ ഫിസിക്സിൽ ഒരു ഡോക്ടറേറ്റ് എടുക്കണമെങ്കിൽ നമ്മളൊരു സയൻറ്റിസ്റ്റിൻ്റെ അടുത്ത് പോയി അപ്രൻറ്റിസായി. എല്ലാവർക്കും അത് പഠിക്കാൻ പറ്റൂ. അപ്പോൾ അതിന് മുമ്പേ കുറേ പ്രിപ്പറേഷൻ. അപ്പോൾ തൽക്കാലം ആ പ്രിപ്പറേഷനാണ് ഞാൻ ചെയ്യുന്നത്. അവിടെ നിന്ന് ഇങ്ങനെ നോക്കി ആരെങ്കിലും ഒരാൾ വരുമായിരിക്കും. നമ്മൾ അവിടെ നിന്ന് ഒരാൾ കിട്ടുകയാണെങ്കിൽ അപ്പോൾ ഞാൻ പറയാം, ഇയാൾ എൻ്റെ ശിഷ്യനാണ്, ഇപ്പോൾ പറയാൻ വയ്യ. അങ്ങ് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ജിദ്ദു കൃഷ്ണമൂർത്തിയായിട്ട് വളരെ അടുത്തിടപഴകിയിരുന്നു. അദ്ദേഹത്തിൻ്റെ ദർശനങ്ങൾ അങ്ങേ എത്രമാത്രം സ്വാധീനിച്ചിട്ടുണ്ടോ? അദ്ദേഹം പറയുന്ന പല കാര്യങ്ങളും വളരെ റീസണബിളും നല്ല കാര്യങ്ങളാണ്. പക്ഷേ ചില ചിന്താഗതി എൻ്റെ ചിന്തയായിട്ട് ചേരില്ല. അദ്ദേഹത്തിന് അറിയുകയും ചെയ്യായിരുന്നു, ഞാൻ പറഞ്ഞിട്ടുണ്ട്. ട്രഡീഷണലായിട്ടുള്ളതെല്ലാം കളയണമെന്നാണ് അദ്ദേഹം പറയുന്നത്. ട്രഡീഷനിൽ നല്ല കാര്യം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? അതെന്തിനാണ് കളയേണ്ടത്? വെറുതെ ട്രഡീഷൻ ആയതുകൊണ്ട് നമുക്ക് കളയാൻ പറ്റുമോ? പറ്റില്ല. ഇങ്ങനെ ചില ഡിഫറൻസസ് ഉണ്ടായിരുന്നു. ഏതൊരു പുസ്തകത്തിലുള്ളതൊന്നും അതിലൊന്നും കാര്യമായിട്ടില്ല. അങ്ങനെ അങ്ങ് അദ്ദേഹത്തിനോട് അതെ. ഒരു ദിവസം അദ്ദേഹം അവിടെ ഞാൻ വളരെ ക്ലോസ് ആയിരുന്നു ശരിക്കും. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈഗോ എന്നൊരു സംഗതി അദ്ദേഹത്തിന് ഇല്ല. എന്തു പറഞ്ഞാലും ഇപ്പോൾ ഞാൻ ആരും ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ വളരെ ഏജും കുറവാണ്, അദ്ദേഹം ഒരു വേൾഡ് ഫേമസ് ഫിഗറാണ്. എന്തെങ്കിലും പറഞ്ഞാൽ എന്നെ തട്ടിക്കളയില്ല. ശരിയാണ്, ആലോചിക്കണം, ഇങ്ങനെ പറയും. അപ്പം ഒരു ദിവസം അദ്ദേഹം പറഞ്ഞു, ഇംഗ്ലീഷിലാണല്ലോ അദ്ദേഹത്തിൻ്റെ സ്പീച്ച്. അപ്പോൾ പറഞ്ഞു, ത്രോ ഓൾ യുവർ സീക്രട്ട് ബുക്സ് ഇൻ ടു ദ സീ. ദർ ഇസ് നത്തിങ് ഇൻ ദം. അതിലൊന്നുമില്ല, കടലിലെടുത്ത് എറിയാൻ പറഞ്ഞു. ശരി. പിറ്റേന്ന് അദ്ദേഹം തന്നെ പറഞ്ഞു, ഞാനിതൊന്നും വായിച്ചിട്ടില്ല. അപ്പോൾ വൈകുന്നേരം തിരിച്ചു വന്നപ്പോൾ ഞാനവിടെ ചെന്നു. ഞാൻ പറഞ്ഞു, സാർ ഒരു 5 മിനിറ്റ്. ആദ്യം പറഞ്ഞു ഇതിലൊന്നും ഇല്ല എന്ന് പറഞ്ഞു. രണ്ടാമത്തെ ദിവസം പറഞ്ഞു ഞാനിത് വായിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞു, സാറ് പറയുന്നതെല്ലാം ഗോസ്പൽ ട്രൂത്തായിട്ടാണ് ആളുകൾ അക്സെപ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ പറഞ്ഞാൽ ഇതൊരു വലിയ കൺഫ്യൂഷനാണ്. ഞാനത് വായിച്ചിട്ടില്ല. അപ്പോൾ വായിച്ചിട്ടില്ലെങ്കിൽ അതിനകത്തൊന്നും ഇല്ലെന്ന് എനിക്കെങ്ങനെ അറിയാം? അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു, ഐ ഡോണ്ട് നീഡ് ഇറ്റ് എന്ന് പറഞ്ഞു. നമ്മൾ സാർ അത് വേറെ കാര്യം, അത് വേറെ. യു മേ നോട്ട് നീഡ് ഇറ്റ്, ബാക്കിയുള്ളവർ ചിലപ്പോൾ അതേഴ്സ് മേ നീഡ് ഇറ്റ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അങ്ങനെ ക്ലിയറായിട്ട് പറയണം, എനിക്ക് അതിൻ്റെ ആവശ്യമില്ല എന്ന് പറയണം. എല്ലാവർക്കും ആവശ്യമില്ല എന്ന് പറയാൻ പാടില്ല. അത് അദ്ദേഹത്തിന് ഒരു ക്രെഡിറ്റ് കൊടുക്കേണ്ട. ഞാൻ എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം താൻ ചുമ്മാ ഇരിക്കുന്നത്, എനിക്കൊന്നും അറിഞ്ഞൂടാ, ഇങ്ങനെ പറഞ്ഞില്ല. അദ്ദേഹം പറഞ്ഞ് ശരിയാണ്, ഞാൻ ആലോചിച്ച് വേണം സംസാരിക്കണം. അത് ഉൾക്കൊള്ളാനുള്ളൊരു മഹാമനസ്കതയുണ്ട്. അതെനിക്ക് തോന്നി ഈഗോ നമ്മൾ ഒരുമാതിരി റബ്ബ് ഔട്ട് ചെയ്താലേ അങ്ങനെ ഒരു ചിന്ത വരും. ഇപ്പോൾ കേരളത്തിലെന്നല്ല ഇന്ത്യയിലൊട്ടാകെ ഒരു യോഗയുടെ ഒരു കാലമാണ്. അത് ഇന്ത്യൻ പ്രധാനമന്ത്രി തന്നെ അതിന് മുൻകൈ എടുക്കുന്നു. യഥാർത്ഥത്തിൽ പതഞ്ജലി വിഭാവന ചെയ്ത യോഗയും ഇന്നത്തെ യോഗയും തമ്മിൽ എവിടെ നിൽക്കുന്നത്? ഒരു കൊമേഴ്സ്യൽ ഒരു വാണിജ്യ ലെവലിലേക്ക് അത് മാറിയോ? മാറാതിരുന്നാൽ കൊള്ളാം എന്നേ പറയുള്ളൂ ഞാൻ. യോഗ എന്ന് പറഞ്ഞാൽ തലകുത്തി നിൽക്കുന്നത് മാത്രമല്ല യോഗ. യോഗ എന്ന് പറഞ്ഞാൽ പതഞ്ജലിയാണല്ലോ ഇതിൽ അതോറിറ്റി. പതഞ്ജലിയുടെ അഷ്ടാംഗ യോഗസൂത്രം അനുസരിച്ച് യോഗയുടെ ഡെഫിനിഷൻ യോഗ ചിത്തവൃത്തി നിരോധിക്കുക ആണ്. അപ്പോൾ ചിത്തവൃത്തി എത്രത്തോളം നിരോധിക്കാൻ കഴിയുന്നുണ്ട് എന്ന് ചോദിച്ചാൽ യോഗ ചെയ്യുന്നത് ശരിയാണോ എന്ന് നമുക്ക് കമൻറ്റ് ചെയ്യാൻ സാധിക്കും. എന്ന് പറഞ്ഞാൽ യോഗാസനം ചെയ്യരുതെന്നല്ല, യോഗാസനം ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഞാൻ 10ാമത്തെ വയസ്സ് തൊട്ട് ഇതുവരെ ഇന്ന് രാവിലെ വരെ
എന്നും അരമണിക്കൂർ യോഗാസനവും പ്രാണായാമം ചെയ്യുന്ന കൂട്ടത്തിലാണ്. അതുകൊണ്ട് ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട്, ശരീരത്തിനും മനസ്സിനും രണ്ടിനും അഡ്വാൻറ്റേജ്. പക്ഷെ അതൊരു ട്രെൻഡായിട്ട് മാത്രം മാറാതിരുന്നാൽ അതിന് രക്ഷപ്പെടുത്താൻ സാധിക്കും. അടുത്തിടെ ഒരു പ്രമുഖ രാഷ്ട്രീയ നേതാവ്, അതായത് പേര് തന്നെ പറയാം, CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പറഞ്ഞു, യോഗ എന്ന് പറയുന്നത് നായയുടെ ചലനങ്ങളാണ്. ആ പാർട്ടിയിലെ തന്നെ ചില മുതിർന്ന നേതാക്കളെ യോഗയിലേക്ക് തിരിച്ചുവിടാൻ അങ്ങക്ക് കഴിഞ്ഞെന്നും കേൾക്കുന്നുണ്ട്. ശരിയാണോ? ഞാൻ സീതാറാം യെച്ചൂരിയെ ഇനി ഡൽഹിയിൽ വെച്ച് കാണുമ്പോൾ അതിനെ പറ്റി സംസാരിക്കാം. കാരണം അതൊക്കെ അങ്ങനെയൊന്നും പറയാൻ പാടില്ല, അതൊക്കെ തെറ്റാണ്. അത് നമ്മുടെ ഒരു ഐഡിയോളജിയിൽ അത് ഫിറ്റ് ആയില്ലെങ്കിൽ അത് കൊള്ളൂല എന്ന് നമുക്ക് പറയാൻ പാടില്ല. എനിക്കത് ശരിയല്ലായിരിക്കും, വേറെ ആൾക്കത് ശരിയായിരിക്കും. അത് യോഗയെപ്പറ്റി പഠിക്കാത്തതുകൊണ്ടാണ്. യോഗയെപ്പറ്റി പഠിച്ച ആരും അങ്ങനെ. വെസ്റ്റിലൊക്കെ ലേബർ പാർട്ടിയിലും ലെഫ്റ്റിസ്റ്റ് ചിന്താഗതിയുള്ള പലരും യോഗ ചെയ്യുന്നുണ്ട്. ഇതുമായിട്ട് യാതൊരു കോൺട്രഡിക്ഷനും ഇല്ല. ഞാൻ ഈ ചോദ്യത്തിൻ്റെ രണ്ടാം പാർട്ട് അങ്ങ് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ശ്രദ്ധിച്ചു. പേരൊന്നും നമുക്ക് പറയേണ്ട ആവശ്യമില്ലല്ലോ. പക്ഷേ നല്ല കാര്യമാണ്, യോഗ ചെയ്യുന്നത് നല്ലതാണ്. ഇപ്പോഴേ മനുഷ്യരെല്ലാവരും ഈ ആൾദൈവങ്ങൾക്ക് പുറകെ പോകുന്നുണ്ട്, ആത്മശാന്തി കിട്ടാൻ വേണ്ടി. ഇപ്പം മനുഷ്യന് പണമുണ്ടെങ്കിലും സമാധാനമില്ല. എന്താണ് ഈ ആത്മസംഘർഷങ്ങൾ വർദ്ധിച്ചു വരുന്നു മനുഷ്യൻ്റെ? അവൻ്റെ ആഗ്രഹങ്ങൾ കൂടിയതാണോ അതോ? അതുകൊണ്ടല്ല. എൻ്റെ അഭിപ്രായത്തിൽ ഈ സന്തോഷം, ആനന്ദം, സുഖം എന്നൊക്കെ പറയുന്ന വാക്കുകളുണ്ടല്ലോ, അത് നമുക്ക് മെറ്റീരിയലായിട്ട് ഒരു ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല തീരുമാനിക്കുന്നത്, മനസ്സിൻ്റെ സ്റ്റേറ്റാണ്. എന്തുണ്ടെങ്കിലും ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയാം. ഒരു മരത്തിൻ്റെ അടിയിൽ ഒരു യോഗി ഫക്കീർ ഇരിക്കുന്നു. കീറിയ തുണി ഇട്ടുകൊണ്ടാണ് ഇരിക്കുന്നത്, ചെരുപ്പില്ല കാലിൽ, കയ്യിൽ ഭിക്ഷാപാത്രം കൊണ്ടാണ് ഇരിക്കുന്നത്, ഒന്നുമില്ല കയ്യിൽ. അദ്ദേഹത്തിനെ കാണാൻ എന്നും മെഴ്സിഡീസ് ബെൻസും BMW വലിയ വലിയ ആളുകളും എല്ലാം വരുന്നത്. എന്ത് ചോദിച്ചാണ് വരുന്നത്? അയാൾ എന്ത് കൊടുക്കും? അയാളയിലൊന്നുമില്ല, അയാൾ ആഹാരം കഴിക്കുന്ന ഭിക്ഷാപാത്രം കൊണ്ടാണ്. അപ്പോൾ എന്താ അയാളുടെ കയ്യിലുള്ളത് അന്വേഷിച്ച് വരുന്നത് എന്ന് വെച്ചാൽ അതിന് രണ്ട് പ്രൂഫായി. ഒന്ന്, ഈ ബെൻസും BMW ഉണ്ടെങ്കിലും എനിക്ക് സമാധാനമില്ല എന്നുള്ളതായി എസ്റ്റാബ്ലിഷ്ഡ്. ഇതൊന്നും ഇല്ലാത്തവൻ്റെ മനസ്സിൽ ആനന്ദം, സമാധാനം, ബ്ലെസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്, അതും പ്രൂവ്ഡായി. അപ്പോൾ ഇത് രണ്ടും കൂടെ ചേർക്കുമ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ ഇതല്ല ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് വെച്ചാൽ നമ്മളെല്ലാം ഫക്കീറാവണമെന്നല്ല പറയുന്നു. ബഹദൂർ ഷാ ജാഫർ അവസാനത്തെ മുഗൾ എംപററായിരുന്നു. ഒരു മഹാരാജാവ് അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി, പട്യാലയിൽ. അദ്ദേഹം പിന്നെ ഒരു യോഗിയായി. പോയിട്ട് തപസ്വിജി മഹാരാജ് എന്നൊരു യോഗിയായിട്ട് മാറി. അദ്ദേഹം അവിടെ പോയിട്ട് പട്യാല ഒന്നുകൂടെ വലുതാക്കാനായിട്ട് ഹെൽപ്പ് ചോദിച്ചു. അന്ന് മുഗൾ ചക്രവർത്തി പറഞ്ഞാലല്ലേ ചെയ്യാൻ പറ്റും. അദ്ദേഹം വിളിച്ചു കൊണ്ടുപോയി ജനൽ വഴി താഴോട്ട് കാണിച്ചു. അവിടെ ഒരാൾ മരത്തിൻ്റെ അടിയിൽ ഒരു ഫക്കീർ ഇരിക്കുന്നു. അയാളുടെ മുഖത്തൊന്ന് നോക്ക്. അയാൾ കൈ ഇങ്ങനെ പൊക്കിയിട്ട് ഭയങ്കരമായിട്ട് ചിരിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നു, ആകാശം നോക്കി. എന്നിട്ട് എൻ്റെ മുഖത്ത് നോക്കുന്നു. എൻ്റെ മുഖത്താണോ ശാന്തി, സമാധാനം, സന്തോഷം? എൻ്റെ മുഖത്താണോ ആ ഇരിക്കുന്നവൻ്റെ മുഖത്താണോ? ഞാൻ മുഗൾ ചക്രവർത്തിയാണ്, തലയിൽ കിരീടം വെച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. ഇത് ആലോചിച്ചിട്ട് പിന്നെയും പട്ടിയാല വലുതാക്കണം, എൻ്റെ സഹായം വേണം തോന്നുകയാണെങ്കിൽ തിരിച്ചു വന്നാൽ ഞാൻ സഹായിക്കാം. അദ്ദേഹം പോയി, അദ്ദേഹം തിരിച്ചു പോയേയില്ല. ഹിമാലയത്തിലെങ്ങാണ്ട് പോയി ഏതോ ഒരു യോഗിയെ കണ്ടു, അദ്ദേഹം ദീക്ഷ കൊടുത്തു. പട്യാലയിൽ തിരിച്ചു പോയില്ല. ഇങ്ങനെ അനിയനാണ് പിന്നത്തെ ഫാമിലിയായത്. അദ്ദേഹം പിന്നെ തപസ്വിജി മഹാരാജായിട്ട് ഒരു യോഗിയായിട്ട് മൈസൂർ അവിടെയൊക്കെ വന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സമാധി ഇപ്പോൾ മധ്യപ്രദേശിലാണ്, കോശിക്കലാൻ എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ എൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ ഇതല്ല അതിൽ ഇമ്പോർട്ടൻറ്റ്. അതേ സമയത്ത് ജനക മഹാരാജാവിനെ പോലെ എല്ലാം ഉണ്ടെങ്കിലും ആത്മീകമായിട്ട് അനുഭവമുള്ള ആളുകളും ഉണ്ട്. ഈ ജനിച്ചാൽ ഏറ്റവും ഉറപ്പുള്ള മരണത്തിലേക്കുള്ള ഒരു യാത്ര മാത്രമല്ലേ ഈ ജീവിതം? ആണ്. അതിന് നിരർത്ഥകമാണോ ജീവിതം? ജീവിതം ഒരു ക്ലാസ് റൂം പോലെയാണ്. നമ്മളിവിടെ വരുന്നത് ചില അനുഭവങ്ങൾ ഉണ്ടാവാനും ചില ലെസൺസ് പഠിക്കാനുമാണ്. അവസാനം മരണമാണെങ്കിലും അത് ശരീരത്തിൻ്റെ അവസാനമാണ്, എൻ്റെ അവസാനം അല്ല. ആത്മാവ് അവസാനിക്കുന്നില്ല, അതെൻ്റെ അവസാനം. ഇത് എവല്യൂഷൻ്റെ ഒരു സ്റ്റെപ്പാണ്. അത് എല്ലാം അങ്ങനെയാണല്ലോ. എൻ്റെ ശരീരത്തിൽ എന്നും
ഒരു 3 മില്യൺ സെൽസ് മരിക്കുന്നുണ്ട്, പുതിയത് വരുന്നുണ്ട്. പക്ഷെ നമുക്ക് കണ്ടാൽ അറിയില്ല, പഴയ ശരീരം തന്നെയാണെന്ന് വിചാരിച്ചാൽ നമ്മൾ ജീവിക്കുന്നത്. ഇത് നേച്ചറാണ്, എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. ചേഞ്ച് എന്ന് പറയുന്നത് പ്രകൃതിയാണ്. കൃഷ്ണമൂർത്തി ഒരിക്കൽ പറഞ്ഞു, ഓൺലി ചേഞ്ച്ലെസ് തിങ് ഓൺ എർത്ത് ഇസ് ചേഞ്ച്. ബാക്കിയെല്ലാം 11 സംസ്ഥാനങ്ങളിലൂടെ അങ്ങ് സഞ്ചരിച്ചു. ഇനി അടുത്ത യാത്ര എന്നാണ്? ഞങ്ങളിങ്ങനെ പ്ലാൻ ചെയ്യുന്നത്, ഇതിപ്പോൾ ഒരു സൈഡിലേ പോയുള്ളൂ, നമ്മൾ സൗത്ത് ടു നോർത്ത് പോയി, കശ്മീർ വരെ. ഈസ്റ്റ് ഒന്നും പോയിട്ടില്ല. എന്താ അതിനെന്ന് പറയുന്നത്, ഈസ്റ്റേൺ സ്റ്റേറ്റ്സ്, നോർത്ത് ഈസ്റ്റ് ഒന്നും നമ്മൾ പോയിട്ടില്ല. അപ്പം ഞങ്ങൾ ഈ യാത്രയ്ക്ക് മുമ്പേ കലാമിനെ കാണാൻ പോയി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നോർത്ത് ഈസ്റ്റ് പോകണം, ഞാനും കൂടെ വരാമെന്ന് പറഞ്ഞു. ശരി. അപ്പം ഇനിയിപ്പോൾ വരാൻ പറ്റില്ല, എന്നാൽ മരിച്ചത് അവിടെ പോയാണ്. അത് വലിയൊരു ഇൻട്രസ്റ്റിംഗ് ആണ്. അപ്പോൾ ഞങ്ങളൊരു 2 കൊല്ലം പ്ലാൻ ചെയ്തിട്ട്, അടുത്തത് ഇത് K to K ആയിരുന്നു, കന്യാകുമാരി ടു കശ്മീർ. അടുത്തത് ഞങ്ങളൊരു M to M. ഞാനുമായിട്ടൊന്നും കണക്റ്റഡ് അല്ല, മദനപ്പള്ളിയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. അപ്പോൾ അത് ആന്ധ്രയാണ്. അവിടുന്ന് ആന്ധ്ര വഴി ഒറീസ, തെലങ്കാന വഴി ഇങ്ങനെ പോയി ഛത്തീസ്ഗഡ്, വെസ്റ്റ് ബംഗാൾ, ബീഹാർ, അത് കഴിഞ്ഞ് ജാർഖണ്ഡ്, പിന്നെ താഴോട്ട് മേഘാലയ വഴി ഗൗഹാട്ടി, മേഘാലയ, മിസോറാം. അതാണ് M to M. അതൊരു യാത്ര ചെയ്യണം എന്നുള്ള ഇങ്ങനെ. പക്ഷേ ഇപ്പം നടന്ന യാത്രയ്ക്ക് തന്നെ ഒരുപാട് ഫോളോ അപ്പ് ഉണ്ട്. ഇപ്പോൾ നടന്ന യാത്രയുടെ ലക്ഷ്യങ്ങൾ ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. എല്ലാ ആശംസകളും.